ജിയോ ബേബിയെ സ്വാധീനിച്ചതിനകത്ത് ആക്കിയെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞങ്ങള് ഈ കഥയുടെ ഒരു കോൺസെപ്റ്റ് അതായത് ആം, ഇതിൻ്റെ ഡയറക്ടർ, അതിൻ്റെ റൈറ്റർ രാജേഷ്, ഉം, പുള്ളി ഇതുമായിട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം തന്നെ തോന്നിയായിരുന്നു, ഒന്നാമത് അവൻ അഡ്രസ്സ് ചെയ്യുന്ന ടോപ്പിക്സ് ഞാൻ പലയിടത്തും പല രീതിയിലും കണ്ടിട്ടുണ്ട്, എസ്പെഷ്യലി ജിയോയുടെ സിനിമകളിൽ. കാതലിലൊക്കെ കാതൽ സംസാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ അത് തന്നെ. സംസാരിച്ചിട്ടുണ്ട്. പോണെ അവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പുള്ളിക്ക് ചിലപ്പോൾ അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുമായിരിക്കുമെന്ന്. ഉം, പോണെ ഞാൻ പലരോടും ഞങ്ങൾ ഇങ്ങനെ അഡ്രസ്സ് ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ജിയോയോടും ചോദിച്ചു. ആൻഡ് ജിയോ ആയിരുന്നു ആദ്യം ഫുൾ സപ്പോർട്ടീവായിട്ട് ആദ്യം തൊട്ട് കൂടെ നിന്ന് ഇതെനിക്ക് സംഭവം ഇഷ്ടമാകുന്നുണ്ട്. ആൻഡ് അതിലൊരു ക്യാമിയോ എന്നുള്ള രീതിയിലും ഞങ്ങൾ ഒന്ന് ചോദിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ജിയോ മാത്രമല്ലായിരുന്നു, ഞങ്ങൾ കുറച്ചുകൂടെ 2-3 ക്യാമിയോസ് കൊണ്ടുവരാൻ അത് ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഉം, പക്ഷേ ഓഫ് കോഴ്സ് ഞങ്ങൾക്കിപ്പം അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് റിക്വസ്റ്റ് ഇടുമ്പോൾ അത്ര ഈസി അല്ല ഞങ്ങൾക്ക് എല്ലാവരെയും കൺവിൻസ് ചെയ്യിപ്പിക്കാനും. അപ്പോൾ ഉം, അവിടെ ജിയോ ആണ് കട്ടയ്ക്ക് കൂടെ നിന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ക്യാമിയോസും ചെയ്യാം. അത് ശരിക്കും ആദ്യം തൊട്ട് അവസാനം വരെ ഇപ്പോഴും ത്രൂ ഔട്ട്, ഇപ്പോൾ ഞങ്ങൾ സിനിമ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ആണെങ്കിലും പുള്ളി കംപ്ലീറ്റ് സപ്പോർട്ടീവ്. അപ്പോൾ പുള്ളിക്ക് എൻ്റെ കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ നമുക്ക് പുള്ളിയുടെ സിനിമകൾ കണ്ടാലും നമുക്കറിയാം പുള്ളി സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ഉം, ഞങ്ങൾ രാഷ്ട്രീയം സംസാരിക്കുക എന്നല്ല പറയുന്നത്, പക്ഷേ ഞങ്ങൾ ഐ തിങ്ക് വി ആർ ടോക്കിംഗ് അബൌട്ട് ടോപ്പിക്സ് വിച്ച് ഈസ് വെരി റെലവൻറ്റ് ഫോർ എവറി വൺ ഓഫ് us, എവറി ജനറേഷൻ there. സോ ഞങ്ങളുടെ തലമുറയ്ക്ക് ഈ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇനി വരാൻ പോകുന്ന തലമുറ അതെങ്ങനെയായി വരുമെന്ന് അറിയത്തില്ല, എന്നാലും ഞങ്ങൾ കാണുന്നുണ്ട് എങ്ങോട്ടൊക്കെ പോകുന്ന ഒരു ടെൻഡൻസി കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ടോപ്പിക്കുകൾ പുള്ളിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു. അത് അതെ, അതെ, ചിലപ്പോൾ അതെ. പുള്ളിക്ക് തന്നെ എനിക്ക് പറയാൻ പറ്റുമായിരിക്കും എന്തുകൊണ്ടാണ് അതെ, പുള്ളി അതെ. സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു.